റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ ഒരു സമൂഹത്തെ പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യമായി ചെയ്ത പ്രവർത്തനം അവിടെ ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പള്ളി കൊണ്ടു നടക്കാൻ ആരുമില്ല, ആകെ രണ്ടാളുകളാണ്. അവിടെ ഒരു വലിയ മിനാരം കെട്ടണം, വലിയൊരു പള്ളി കെട്ടണം എന്നതല്ല. ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകം അവിടെ പള്ളി ഉണ്ടാവുക എന്നുള്ളതാണ്. തൗഹീദുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ അവർക്ക് നമസ്കരിക്കാൻ അവിടെ ഒരു ഭവനമുണ്ടാകണം, അള്ളാഹുവിൻ്റെ ഭവനമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള യാത്രയിലാണ്. ഖുബായിലെത്തി, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിച്ചു. മദീനയിലെത്തി, അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി നിർമ്മിച്ചു. പള്ളി നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഒരു പള്ളി നിർമ്മിച്ച് പോവുകയല്ല ചെയ്തത്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആ പള്ളിയിലേക്ക് ചേർത്തു. കേവലം ഒരു നമസ്കാരത്തിന് വന്നു പോകുന്ന ഇടമായിട്ടല്ല ഇസ്ലാം പള്ളിയെ കാണുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. പള്ളിയുമായി ഹൃദയത്തെ ചേർത്തവർക്ക് നാളെ അർശിൻ്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് ഒരു ദിവസം 5 നേരം പള്ളിയുമായി ബന്ധപ്പെടാൻ കൽപ്പിച്ചു. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം ചോദിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലേ, കണ്ണ് കാണില്ല, പള്ളിയിലേക്ക് വരേണ്ടതുണ്ടോ? കാഴ്ചയില്ല. ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ബാങ്ക് കേൾക്കാറുണ്ടോ? നഅം, അള്ളാഹുവിൻ്റെ റസൂലേ, ബാങ്ക് കേൾക്കാറുണ്ട്. ഫഅജീബ്, എങ്കിൽ ഉത്തരം നൽകണം. ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ 5 നേരം പുരുഷന്മാർ പള്ളിയിലെത്തണം. സുബഹി പള്ളിയിലാണ്, ളുഹറും അസറും മഗ്രിബും പള്ളിയിലാണ്, ഇശാ പള്ളിയിലാണ്. ആ പള്ളിയിൽ അവരുണ്ടാകണം.